നമസ്തേ. അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞു. ഗുരുക്കന്മാരുടെ കീഴിലുള്ള ശിക്ഷണം ഒരുമാതിരിയായി. 18 വയസ്സായി. അപ്പോൾ ഇതിനൊരു ജീവിതം വേണമല്ലോ. അതിന് അന്നത്തെ കാലത്ത് ഒരു ബാംബു മാറ്റ് എന്ന് പറഞ്ഞ ഒരു ക്രാഫ്റ്റ് തുടങ്ങി എങ്ങനെ പരിചയിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ 2-3 കമ്പനി അവിടെയൊക്കെ ഉണ്ട്. അതിലൊരു കമ്പനിയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അവിടെ ചെന്ന് അവിടെ 3-4 ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ ബോബി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് അയാളുടെ ചീഫ് അവിടുത്തെ. അതിലൊരു ബാലൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് എനിക്ക് 3 മാസം പൈസ തരില്ല, പരിചയിക്കണം. അവിടെ ഒന്നാമത്തെ തന്നെ ബാംബു മാറ്റ് വരയ്ക്കാനായിട്ടൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. റിബ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ടൊന്നും പറ്റത്തില്ല. ക്യാൻവാസിലോ പേപ്പറിൽ വരയ്ക്കുന്ന പോലും പറ്റത്തില്ല. പക്ഷേ ആദ്യത്തെ ഒരു പടം മാത്രമാണ് എനിക്ക് പ്രയാസമായതുകൊണ്ട് പിന്നെ എല്ലാം എൻ്റെ പടമൊക്കെ നന്നായിട്ട് വരച്ച് വിറ്റുകയും ചെയ്തു. പിന്നീട് പിന്നെ അവിടെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കലാകാരന്മാരുടെ പ്രശ്നങ്ങളും അവിടുത്തെ ഗ്രൂപ്പീസവും കലാകാരന്മാരുടെ കീഴിൽ സ്ത്രീകളൊക്കെ ഉണ്ട് അവിടെ ചെയ്യാനൊക്കെ. 30-40 പേരുണ്ട്, 25 പേരുണ്ടായിരുന്നു അവിടെ ഒക്കെ വന്ന്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഗോപി എന്ന് പറഞ്ഞ ആൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കണം. ഞാൻ ഭക്ഷണം വെച്ച് കൊടുത്തു. അയാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഞാനും ബാലൻ എന്ന് പറഞ്ഞ ഒരാളുള്ളത് ഈ താമസിക്കുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വീട്ടിലറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഈ ആവേശമാണ്, വരയ്ക്കാനുള്ള ആവേശമുള്ളതുകൊണ്ട് എനിക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ട് ഒരു പുതിയ പഠനമാണല്ലോ എന്നുള്ള രീതി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കിനാണ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടുത്തെ മാനേജർ ഒരു അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു ഇല്ല ജോസഫ് പാലക്കിലങ്ങ് പോകണ്ട, അവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഞാൻ കുറച്ച് പൈസ തരാം. അങ്ങനെ 50 രൂപ ശമ്പളം വെച്ച് തുടങ്ങി. പക്ഷേ 11 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തുള്ളൂ. 11 മാസമുള്ള 150 രൂപയായി അവിടെ. അന്നൊരു അധ്യാപനം കിട്ടുന്നത് വളരെ കുറവാണ്. ആ സംവിധാനം, ആ കലയുടെ രംഗം മുന്നും എൻ്റെ കൈ ഒതുങ്ങി. ബാക്കി എല്ലാവരും പോകേണ്ട വന്നു. എൻ്റെ ചിത്രങ്ങൾക്കാണ് വിൽപ്പന ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നീട് അവിടുന്ന് ഞാനതൊന്ന് മാറി. ഓരോ പ്രാവശ്യം അവർ വരയ്ക്കുമ്പോൾ ഇത്ര പടം വരച്ചാലേ ഇത്ര രൂപ തരും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അങ്ങ് കൂടി. അപ്പോൾ ഞാൻ അന്ന് ചെറുപ്പമാണ്. ഞാൻ ഇത്തിരി എല്ലാ രീതിയിലും ഒരു വൈദഗ്ധ്യം കാണിക്കുന്ന ആളാണ്. ഞാൻ കൂടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അസൂയക്കാർ കൂടും. ചെറുപ്പമല്ലേ, നമ്മളുടെ ചോരത്തിളപ്പം കൂടെ ആയപ്പോൾ, ചോരത്തിളപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടെ ആകുമ്പോൾ നമ്മൾ ആരെയും കൂസില്ല. അങ്ങനെ അങ്ങ് വളർന്നു. അവിടെ നിന്ന് അവസാനിപ്പിച്ച് പുറത്ത് വന്നപ്പോൾ ഉണ്ട് വേറെ ആളിനെ കാണാൻ വന്നേക്കുക. ജോസഫ് അല്ലേ അത്, ഞാനൊരു കമ്പനി തുടങ്ങുന്നത്, എനിക്ക് ആർട്ടിസ്റ്റ് ഇല്ല, ഒന്ന് വരണം. അങ്ങനെ അവിടെ ചെന്നു. അവിടെയും ചീഫ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നടന്നു. എൻ്റെ വീട്ടിലെ കുറച്ചുകൂടി പൈസ ഒക്കെ എടുത്തിട്ട് അവിടെ കമ്പനി തുടങ്ങേണ്ട വന്നു. ഞങ്ങളൊരു റിട്ടയേർഡ് സിംഗപ്പൂർ മാനാണ്. പിന്നെയും പൈസ കണ്ടായപ്പോൾ എൻ്റെ സഹോദരിയുടെ മാല പണയം വെച്ചിട്ട് പൈസ കൊടുത്തു. വില പണയം വെച്ചത് കൊടുത്തു. അത് കഴിഞ്ഞ് കമ്പനി അങ്ങ് വളർന്നു. കലാകാരന്മാർ കുറേ പേര് വന്നു. അതിലൊരു കലാകാരൻ വാസു എന്ന് പറഞ്ഞ കലാകാരന്, അയാളൊരു ബോംബെയിലൊക്കെ പോയി ഉള്ള ആളാണ്. ഒരു തൃശ്ശൂർ സ്കൂൾ ഓഫ് ആർട്സിൽ എന്നൊക്കെ സീനിയറാണ്, പഠിച്ച ആളാണ്, ഡിപ്ലോമ ഉള്ള ആളാണ്. പക്ഷേ അയാൾ വന്നു. അയാൾക്ക് ബാംബു മാറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അയാളെ കൈ പിടിച്ചാണ് ഞാൻ ചെയ്തത്, പഠിപ്പിച്ചു. 1 മാസത്തോളം വരുന്നു. അയാൾക്ക് പറ്റില്ല പറഞ്ഞ് പോകാൻ പോയപ്പോൾ ഞാനെല്ലാം, അയാൾക്ക് 27 വയസ്സുണ്ട്, എനിക്കന്ന് 18 വയസ്സേ കൊണ്ടുള്ളൂ. ഞാൻ അയാളെ പ്രൊമോട്ട് ചെയ്തു, പറഞ്ഞു, പ്രോത്സാഹിപ്പിച്ചു, കൈ പിടിച്ച് വരപ്പിച്ചു. എന്നിട്ട് അയാൾക്ക് എന്നോട് വലിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചു തനിക്ക് വരയ്ക്കാൻ അറിയുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു വര പഠിക്കുകയാണെന്ന് പറഞ്ഞു. 1 വർഷത്തിന് ശേഷം കേട്ടോ, ഒരു 10-12 മാസം ആയപ്പോൾ. അതിനിടയ്ക്ക് അവിടെ ചേരി തിരിഞ്ഞു, പ്രശ്നങ്ങളായി, നമ്മൾ ഒഴിവാക്കണം, ഇങ്ങനെയൊക്കെയായി. ഞാൻ അവിടെ നിന്ന് ജോലി വേണ്ടെന്ന് വെച്ചു, തിരിച്ചു വന്നു. അപ്പോഴും വേറൊരാളെന്നെ കാത്തുക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി. ജോസഫ് അല്ലേ വരണം. ഞാൻ അവിടെ ചെന്നു. തല്ലിപ്പൊണ്ണി ഇറക്കുന്ന ഒരു സ്ഥാനം. അവിടെ ചെന്ന് എൻ്റെ വർക്ക് തുടങ്ങി. അതിനുശേഷം അവിടെ വല്ലച്ചിറ ആണ്, അവിടെ രവി എന്ന് പറഞ്ഞ ആളിലൊക്കെ കൂടി ആണ് തുടങ്ങിയേക്കണത്. ഒരു രാജൻ, ഗോപി, ഇവരൊക്കെ അവിടുത്തെ പാർട്ട്നേഴ്സൊക്കെയാണ്. അങ്ങനെ ഞാൻ തുടങ്ങി. ചിത്രരചന നന്നായി, കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വന്നു. പക്ഷേ അവിടെ ചെറുപ്പക്കാരുടെ ഒരു കേന്ദ്രവും പിന്നെ ഈ പെൺകുട്ടികളൊക്കെ ആയിട്ടുള്ള സംവിധാനമായതുകൊണ്ട് അത് വേണ്ടുവണ്ണം മുന്നോട്ട് പോയില്ല. പക്ഷേ എനിക്ക് എൻ്റെ പ്രൊഫഷൻ ചിത്രകാരനാണ്, ചിത്രം വരയ്ക്കണം, പൈസ കിട്ടണം. അതില്ലാണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് പൈസ തന്നില്ല. 3-4 മാസമൊക്കെ ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് ജോലിക്ക് പോയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പർ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ ഒരു 2 എണ്ണമാണ്. ഒന്ന് കൈരളി ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷനുണ്ട്, അപ്പർ സൊസൈറ്റി ഉണ്ട്. പക്ഷേ 2 ഈക്വലി ഡിസ്കോമ്പിറ്റൻ്റാണ്, മെച്ചപ്പെട്ട് പോവുകയാണ്.
അതിൽ അപ്പർ സൊസൈറ്റിയിൽ ഞാൻ കുറച്ച് പെയിൻറ്റ് കൊണ്ട് കൊടുത്തു. ബാക്കി ഞാൻ നാളെ പറയാം.